ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളിങ്ങനെ സുഖമായിട്ടിരിക്കണം. ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു. കുറേ നാളായ ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ എപ്പോഴും ഷോർട്ട് വീഡിയോ ആണ് എടുത്തത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഷോപ്പിംഗ് പ്ലസ് ബ്യൂട്ടി ഒക്കെ വേണമെങ്കിൽ പറയാം. ഒന്ന് ഫെയറിൽ പോകുന്നുണ്ട്. എനിക്കല്ല, അനിയത്തിക്കൊന്ന് മുടി വെട്ടാനായിട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, ഒരു കല്യാണ ഷോപ്പിംഗ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു വിശേഷം ഇടാമെന്ന് വെച്ചു. എപ്പോഴും ഷോർട്സല്ലേ ഇടുന്നത്. അപ്പം ഞാൻ വെച്ചിട്ട് ലോങ് വീഡിയോ ഇടാമെന്ന് വെച്ചു. അപ്പം ഞാൻ എന്താ റെഡിയായി. 3 മണിയായി, ഒടുക്കത്തെ വെയിൽ. അപ്പം ഇനിയിപ്പോൾ അനിയത്തിയെ വിളിക്കണം. അനിയത്തിയെ വിളിച്ചിട്ട് നമുക്കിനി ഫെയറിൽ പോകണം. സത്യം പറഞ്ഞാൽ ഫെയർ എവിടെയെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എപ്പോഴും ചേട്ടൻ്റെയൊക്കെ കൂടെയാണ് പോയത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, വഴി അറിഞ്ഞുകൂടാ. ലൊക്കേഷനൊക്കെ ഇട്ട് വേണം പോവാൻ. ഞാനതാ എൻ്റെ വണ്ടിയുടെ അടുത്ത് നിൽക്കുകയാണ്. ഇനിയിപ്പം അനിയത്തി വരും. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ചൂടത്ത് ഈ ഡ്രസ്സ് ഇട്ട് എനിക്കാണെങ്കിൽ ഞാൻ മുടിയൊക്കെ അയച്ചിട്ടാണ്. മുടി കണ്ട് വെട്ടി ഷോർട്ടാക്കി അയച്ചിട്ടതാണ്. പക്ഷേ ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂടായതുകൊണ്ട് ഞാൻ എന്താ മുടി കെട്ടി വെച്ചു. ഇനി നമുക്ക് അവളെ പോയി ഒന്ന് വിളിക്കണം. അവളെ പോയി വിളിച്ചിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോസ് ഞാൻ എടുത്തിട്ട് പിന്നെ എനിക്ക് വോയിസ് കേട്ടണം. പിന്നെ അവിടെ പോയാൽ നമുക്ക് അങ്ങനെ വീഡിയോസിൽ എടുക്കുമ്പോൾ തന്നെ വോയിസ് പറയാൻ പറ്റണമെന്നില്ല. അപ്പം ഇനി ഞാൻ ഫെയർ എത്തിയിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം. എത്തുമോ എന്നിട്ട് എനിക്ക് വഴി അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ലൊക്കേഷൻ ഇട്ട് വേണം പോകാൻ. സാധാരണ എന്നെ ഗൂഗിൾ മാപ്പ് ചതിക്കാറുണ്ട്. ഇപ്പോഴത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടെ, എന്നാലും നമുക്ക് ഇട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ ഫെയറിലെത്തിയപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇപ്പോഴൊന്നും വീട്ടിലോട്ട് പോകാൻ പറ്റില്ല എന്ന്. കാരണം ഒടുക്കത്തെ തിരക്ക്. എനിക്കൊന്നും ഞങ്ങൾ പോയ ഞായറാഴ്ച ആണോ എന്ന് എനിക്കറിയില്ല. വർക്കിംഗ് ഡേ ആണെങ്കിലും അല്ലെങ്കിലും അവിടെ അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കയറിയപ്പോൾ അവർ പറഞ്ഞു ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. അങ്ങനെ ഞങ്ങൾ ഹാഫ് ആൻ അവർ വെളിയിൽ വെയിറ്റ് ചെയ്തു. അപ്പം അവരിങ്ങനെ വിളിക്കുക ചെയ്യണം. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എന്നെ ഒന്ന് കോൾ ചെയ്യണേന്ന്. അപ്പോൾ അവർ പറഞ്ഞു കോൾ ചെയ്യാൻ ചിലപ്പം അവർക്ക് ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഒരു 4:30 ഒക്കെ ആകുമ്പം അകത്തോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വെളിയിലിരുന്ന് ഇരിപ്പ് തുടങ്ങിയിട്ട് പിന്നെ അകത്തോട്ട് പോയിരുന്ന് ഇരിപ്പായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അനിയത്തിയെ വിളിച്ചു. അങ്ങനെ അനിയത്തി ഇതാ ഹെയർ വാഷ് ചെയ്യാനായിട്ട് പോവാണ്. അറിയാമല്ലോ, എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഹെയർ വാഷ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യാനുള്ളൂ, കട്ട് ചെയ്യുള്ളൂ. പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. അവൾക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. അവൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു വലിയൊരു സലോണിൽ പോയി ചെയ്യണത്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ഞാൻ തന്നെയാണ്. കാരണം എൻ്റെ മുടി വെട്ടി നല്ല രസമുള്ളത് കൊണ്ടാണ്. അനിയത്തി ഭയങ്കര കരച്ചിലായിരുന്നു. അവൾക്കും പുറത്ത് പോയി തന്നെ വെട്ടണം, അത് ഞാൻ പോയിടത്ത് തന്നെ വെട്ടണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് അവിടെ തന്നെ കൊണ്ടുവന്നത്. അവൾക്കും ഇച്ചിരി നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ മുടി നീളമുണ്ടെങ്കിലും തിക്ക് കുറവാണ്. അപ്പം ലെയർ വെട്ടാനാണ് പോയത്. അപ്പോൾ അവർ പറഞ്ഞു ലെയർ തിക്നെസ് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് യു കട്ട് അത് വെട്ടിയാൽ മതിയെന്ന്. അങ്ങനെ യു കട്ടൊക്കെ വെട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവളെ മുഖത്ത് ചേരുന്നുണ്ട്. പിന്നെ ഈ ഒരു സെറ്റപ്പ് കുറച്ച് കഴിയുമ്പോൾ പോകാം. നമുക്കറിയാമല്ലോ, എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം. കുറച്ച് വെള്ളം നനഞ്ഞാൽ മതി, ആ സെറ്റപ്പൊക്കെ പോകും. പിന്നെ അവൾക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ടൈം പറയട്ടെ, മഴ പെയ്തു ഗൈസ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം മഴയത്ത് നമുക്ക് പോകാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ റെയിൻ കോട്ടുണ്ട്, അനിയത്തിയുടെ കയ്യിൽ റെയിൻ കോട്ടൊന്നുമില്ല. പിന്നെ ഇങ്ങോട്ട് വന്നതേ കട്ടിങ്ങൊക്കെ കഴിഞ്ഞതാണ്. കുറച്ച് ഏതൊരു പറ്റുമോ അതേ ഹെയർ നന്നായിട്ട് നോക്കിയപ്പോൾ ഇതാണ് മഴ പെയ്യാൻ വേണ്ടിയിടാം. അതുകൊണ്ട് നമ്മളിവിടെ നിൽക്കുകയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. നമ്മൾ സ്കൂട്ടിയിലല്ല, നമ്മളിവിടെ നിൽക്കുകയാണ്. മഴ കഴിഞ്ഞിട്ട് വേണം പോകാൻ. നമ്മുടെ വണ്ടി അങ്ങനെ പഞ്ചറായി നടുറോഡിൽ നിൽക്കുകയാണ്. ഒരാൾ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഗൈസ്. എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. പഞ്ചർ വർക്ക്ഷോപ്പിൽ വിളിച്ചിട്ട് പോലും അവർ പോലും ഫോൺ എടുത്തില്ല. ചില നമ്പർ നിൽക്കുന്ന ഗൈസ്. നമ്മുടെ വണ്ടി നടുറോഡിൽ നിൽക്കുകയാണ്. അതിനെ പുറത്ത് ഇപ്പുറത്തോട്ട് എടുക്കാമെന്നൊരു സപ്പോർട്ടത് പറയണേ. അത് കഴിഞ്ഞ് പിന്നെ ചെറിയൊരു പർച്ചേസിങ് കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാമേന്ദ്രയിലോട്ടാണ് പോകുന്നത്.
എപ്പോഴും പർച്ചേസിങ് രാമചന്ദ്ര തന്നെയാണ് എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ. അങ്ങനെ രാമചന്ദ്രയിൽ പോയി. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ഉണ്ടായിരുന്നു. അപ്പം സാരി എൻ്റെ കയ്യിലുണ്ട്, അതിന് പറ്റിയൊരു ബ്ലൗസ് വേണം. സാരി ഞാൻ കടം വാങ്ങിച്ചാണ്, അപ്പോൾ അതിനൊരു ബ്ലൗസ് വേണം. പിന്നെ എന്താണ്, അത് മാത്രം ബ്ലൗസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അതാണ് ഈ വലിയ ഷോ നിങ്ങൾ കാണുന്നത്. നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ എല്ലാം നമ്മൾ കടം മേടിക്കും, ഒന്നും സ്വന്തമായിട്ട് ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഉണ്ട്, പക്ഷേ എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമാണ്. ഇതെൻ്റെ മാമിയുടെ സാരിയാണ്. മാമിമാരുടെ സാരി ആകുമ്പോൾ നമ്മുടെ സാരിയും ആണല്ലോ. അങ്ങനെ മാമിയുടെ ഈ സാരി ഞാൻ കടം മേടിച്ചു. അതിപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ബ്ലൗസ് എനിക്കൊരു ഡൗട്ടായിരുന്നു, ആ ബ്ലൗസ് മാച്ച് ആവുന്നു. പക്ഷേ നല്ല മാച്ചിങ് ആയിരുന്നു. ഇതിൻ്റെ ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ അത് കിട്ടും. ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഈ ഒരു കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 1 മാസം ആവാറായോന്ന് അറിയില്ല. ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അതാണ് എൻ്റെ ഒരു ഗുണം. എല്ലാം ഞാൻ വീഡിയോസ് എടുക്കും, ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് അത് അപ്ലോഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു ജ്യൂസ് കുടിക്കാൻ പോയി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾക്ക് ഫുഡ് മേടിക്കാൻ പോകണം അനിയത്തിക്ക്. അപ്പം അത് എവിടെ നിന്ന് വാങ്ങണം എന്നുള്ളൊരു ചർച്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു കടയിൽ നിന്ന് തന്നെ മേടിച്ചു. അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. കുറച്ച് ഡിമാൻഡഡ് ആയിട്ടുള്ള ഫുഡ് ആയതുകൊണ്ടാണ് ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ എന്താണ്, ഫുഡൊക്കെ മേടിച്ചിട്ട് പിന്നെ നമ്മൾ വീട്ടിലോട്ടാണ് പോയത്. പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ബൈ.